മൊബൈലിന്റെ ഏത് ഭാഗവും നമുക്ക് വളരെ ഈസി ആയിട്ട് സൂം ചെയ്തെടുക്കാൻ സാധിക്കും. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ചെയ്തതാണ്. ഒരുപാട് ആളുകൾ നല്ല സപ്പോർട്ടായിരുന്നു ആ വീഡിയോക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ വീണ്ടും ഇതേ വീഡിയോ ചെയ്യാൻ കാരണം പുതിയ മൊബൈലുകളൊക്കെ വാങ്ങിയവർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ എനബിൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയില്ല. അത് മാത്രമല്ല, രണ്ടാമത്തെ കാരണം ഇതുപോലെ നമ്മൾ എനബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ത്രിബിൾ ടാപ്പിലായിരിക്കും സൂം ചെയ്യുന്ന ഓപ്ഷൻ നിങ്ങൾ എനബിൾ ചെയ്തു വെച്ചിട്ടുണ്ടാകുക. അപ്പോൾ OTP ഒക്കെ എൻ്റർ ചെയ്യുന്നവർ അവർക്ക് ചിലപ്പോൾ 3 പ്രാവശ്യം ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് സൂം ആയിട്ട് വരുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഡിസേബിൾ ചെയ്യാം, എനബിൾ ചെയ്യാം, അതൊന്നും പല ആളുകൾക്കും അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വീണ്ടും ഞാൻ ചെയ്യാൻ കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ ഇതേക്കുറിച്ച് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിൽ തന്നെ ഇവിടെ വിഷൻ എൻഹാൻസ്മെൻറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും, മാഗ്നിഫിക്കേഷൻ അതുപോലെ തന്നെ മാഗ്നിഫിയർ. നമുക്ക് മാഗ്നിഫിക്കേഷൻ എന്ന ഈ ഒരു ഓപ്ഷനാണ് വേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ അതിൻ്റെ പ്രീവ്യൂ ഒക്കെ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് എനബിൾ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഏറ്റവും മുകളിൽ മാഗ്നിഫിക്കേഷൻ ഷോർട്ട് കട്ട് എന്ന ഭാഗമുണ്ട്. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ ടൈപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ 3 ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ കാണിക്കും. പിന്നെ ഇങ്ങനെ നമുക്ക് വലിച്ചു നീട്ടി വലുതാക്കിയിട്ട് ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നിശ്ചിത ഭാഗം മാത്രം ഇവിടെ സൂം ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ വെച്ചിട്ട് നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് ഫുൾ സ്ക്രീൻ എന്ന ഓപ്ഷനാണ്. അതാകുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് സ്ക്രീനിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. ഞാൻ അത് തന്നെയാണ് സെലക്ട് ചെയ്തത്. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ മാഗ്നിഫിക്കേഷൻ ഷോർട്ട് കട്ട് എന്ന ഭാഗം ഡിസേബിൾ ആയി കിടക്കുകയാണ്. അത് നിങ്ങളൊന്ന് എനബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാഗ്നിഫിക്കേഷൻ ഷോർട്ട് കട്ട് എന്ന ഈ ഒരു എഴുത്തുണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ഏറ്റവും മുകളിൽ ഓണിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓൺ ഓഫ് എന്ന ആ ബട്ടൺ ഏറ്റവും മുകളിലുള്ളത്. ഞാൻ നേരത്തെ ഓൺ ചെയ്തുകൊണ്ട് ഓണിലാണുള്ളത്. ഇവിടെ അതിൻ്റെ താഴെ ടാപ്പ് ആക്സസിബിലിറ്റി ബട്ടൺ എന്ന് കാണാൻ സാധിക്കും. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ റൈറ്റ് സൈഡ് കോർണറിൽ ഒരു മനുഷ്യൻ്റെ ചിത്രം വന്നിട്ടുണ്ടാകും. അത് നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ഓണും ഓഫും ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇവിടെ താഴെ പ്രസ് സൈഡ് ആൻഡ് വോളിയം അപ്പ് ബട്ടൺ എന്ന ഭാഗമുണ്ട്. ഇതുപോലെ വോളിയം അപ്പ് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സൂം ചെയ്യുന്ന ഓപ്ഷൻ ഓൺ ആയിട്ട് വരും. അതുപോലെ തന്നെ പ്രസ് ആൻഡ് ഹോൾഡ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഓൺ ആയിട്ട് വരും. അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് സ്ക്രീൻ എന്ന ഭാഗമുണ്ട്. എനിക്കിപ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് ട്രിപ്പിൾ ടാപ്പ് സ്ക്രീൻ എന്ന ഭാഗമാണ്. ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യാണ്. കണ്ടോ, ഇവിടെ അത് സെലക്റ്റഡ് ആയിട്ടുണ്ട്. കണ്ടോ, ഏത് ഭാഗവും നമുക്ക് ഇതുപോലെ സൂം ചെയ്ത് വലുതാക്കി കാണാൻ സാധിക്കും. ഇനി ഞാൻ ബാക്ക് വരികയാണ്. ഇതാ നമ്മൾ ഹോം സ്ക്രീനിൽ കാണുന്ന ഈ ഐക്കണൊക്കെ നമുക്കിങ്ങനെ വലുതാക്കി കാണാം. ഇനി യൂട്യൂബ് തുറന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചർ നമുക്ക് വലുതാക്കി കാണാം. ഇവിടെ എഴുത്ത് നമുക്ക് ഇതുപോലെ വലുതാക്കിയിട്ട് വായിക്കാൻ സാധിക്കും. ഇനി ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഇതുപോലെ സൂം ചെയ്തിട്ട് ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, വളരെ നല്ല ഓപ്ഷനാണ് ഇത്. ഇവിടെ ഒഴിഞ്ഞ ഏതെങ്കിലും ഭാഗത്ത് ത്രിബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഒഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ത്രിബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓൺ ആക്കാനും സാധിക്കും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ OTP ഒക്കെ വരുമ്പോൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുന്ന ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് 3 നമ്പർ ഒരുമിച്ച് 111 അതുപോലെ തന്നെ 555 ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൂം ആയിരിക്കും ഓപ്പൺ ആകുക. നിങ്ങൾക്കത് ടൈപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, 3 പ്രാവശ്യം ഞാൻ ഒന്ന് പ്രസ് ചെയ്തു. പക്ഷേ ഇവിടെ അത് ഓഫ് ആകുന്ന ഓപ്ഷനും ഓൺ ആകുന്ന ഓപ്ഷനാണ് വരുന്നത്. പക്ഷേ നമുക്കത് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് 1 1 1 ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഒരുമിച്ച് സ്പീഡായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ സെറ്റിങ്സിൽ തന്നെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. സെറ്റിങ്സിൽ മാറ്റം വരുത്താമെന്നല്ല, ഇത് സെറ്റിങ്സിൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ചെറിയൊരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ആക്സസിബിലിറ്റിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന ഓപ്ഷൻ കിട്ടും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറച്ച് താഴെ നിങ്ങൾക്ക് മാഗ്നിഫിക്കേഷൻ എന്ന ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ഈ ഒരു ടോഗിൾ ഉണ്ടല്ലോ, ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ജസ്റ്റ് ബാക്ക് വന്നിട്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ OTP ഒക്കെ വന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരേ അക്കങ്ങൾ ഒരേ അക്ഷരങ്ങൾ നിങ്ങൾ ഇതുപോലെ
ത്രിബിൾ ടാപ്പ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇത് വർക്കാവും. എന്നിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ളത് ആ സമയത്ത് മാത്രം നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ മാഗ്നിഫിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്തിട്ട് ആ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടോഗിൾ ഓൺ ആയി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇത് ഓണാക്കാനും ഓഫാക്കാനും സാധിക്കും. ഇതാ ഇപ്പോൾ ത്രിബിൾ ടാപ്പ് ചെയ്തു, ഇതിപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ത്രിബിൾ ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ഓഫാക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ സെറ്റിങ്സിൽ ഇതുപോലെ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് OTPയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒരേ വേർഡ് 3 ടൈം നിങ്ങൾക്ക് സ്പീഡായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഞാനിത് കാണിച്ചു തന്നത്. ഇതിനു മുമ്പ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പ്രശ്നം എനിക്ക് കമൻറ്റിൽ അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഈ കാര്യവും കൂടി ഉൾപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.